നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ക്രോം ബ്രൗസർ വഴിയും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ മുകളിൽ ഒരു പ്ലസ് സിമ്പൽ, പ്ലസ് എംബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്ലസിൻ്റെ ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നുള്ളത് നമ്മൾക്കൊന്ന് പറയാം. ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒന്നെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴി, ക്രോം ബ്രൗസർ വഴിയോ അങ്ങനെ പല രീതിയിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രോം ബ്രൗസറിലൂടെ ചെയ്യുമ്പോഴേക്കും തമ്പനെയിൽ, ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലും ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴിയും തമ്പനെയിലും ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മതി നിങ്ങളുടെ റിയൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ തമ്പനെയിലും ഇടാനായിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ 1000 സബ്, 4000 വാച്ച് അവേഴ്സുമാണ് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ പുതിയ യൂട്യൂബേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അതിന് ശേഷം ഏത് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്താലും ടൈറ്റിൽ പല രീതിയിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ടൈറ്റിൽ എന്താണോ കൊടുക്കുന്നത് അത് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇല്ല, അതുമായിട്ട് നിങ്ങളുടെ ആ വീഡിയോയിൽ എന്താണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ചുരുക്കി കാണുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു വിവരണം അവിടെ കൊടുക്കാം. പിന്നെ താഴെ ഹാഷ്ടാഗ് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന വിഷയവുമായിട്ട് ബന്ധമുള്ള അനുയോജ്യമായ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹാഷ്ടാഗ് അത് തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീഡിയോയിൻ്റെ റാങ്കിങ്, റീച്ചൊക്കെ കിട്ടാനായിട്ട് ഇത് നന്നായിട്ടും ഉപകരിക്കും. പിന്നെ ഇതിൽ വിസിബിലിറ്റി, പ്രൈവറ്റ്, പബ്ലിക് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ അൺലിസ്റ്റഡ് ആയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പബ്ലിക് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ മോണി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ മോണി ഓൺ ചെയ്ത് വിടണം. പിന്നെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ വീഡിയോ വന്നിട്ട് ഈ കുട്ടികളുടെ വിഭാഗത്തിൽ പെടാത്തതാണെങ്കിൽ നിങ്ങൾ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് പ്ലേ ലിസ്റ്റിൽ വേണമെങ്കിലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ മിക്സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാം. വേണ്ട എന്നുണ്ടെങ്കിൽ നോട്ട് അലൗഡ് കൊടുക്കാം. പിന്നെ കമൻസ് ഓഫ്, ഓൺ ഇങ്ങനെയൊക്കെ ആക്കി വയ്ക്കാം. അതുപോലെ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ അൺലിസ്റ്റ് ആക്കി വെക്കുന്നവർ പബ്ലിക് ആക്കിയാൽ മാത്രമേ നമ്മുടെ ഫാമിലിക്കും വ്യൂവേഴ്സിനും ഒക്കെ നമ്മുടെ വീഡിയോ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഈ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചെക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പലരും കണ്ടു കാണും. ചെക്കിംഗ് നടന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നോ പ്രോബ്ലംസ് എന്ന് വന്നാൽ മാത്രമേ നിങ്ങൾ വീഡിയോസ് പബ്ലിക് ആക്കുവാനായിട്ട് പാടുകയുള്ളൂ. ക്ലിക്കിംഗ് കംപ്ലീറ്റ് ആയില്ലെങ്കിലും പബ്ലിക് ആണെങ്കിൽ ആ വീഡിയോ എല്ലാവരും കാണും. പക്ഷേ അതിൽ നിന്നുള്ള മോണറ്റൈസ് ആയ ചാനലാണെങ്കിൽ അതിൽ നിന്നുള്ളൊരു വരുമാനമോ ഡോളറോ നമ്മൾക്ക് കിട്ടില്ല. ചെക്കിംഗ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾക്ക് ഡോളർ കിട്ടുകയുള്ളൂ. ഈ ഒരു പോയിൻ്റ്
നമ്മുടെ ഇപ്പോൾ വീഡിയോയുടെ അവസാനമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോയുടെ ആദ്യം കുറച്ച് നേരം കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. നമ്മൾക്ക് ആ ആവറേജ് വാച്ച് അവറിൻ്റെ ഡ്യൂറേഷൻ ആ ഒരു വീഡിയോയുടെ അനലിറ്റിക്സിൽ പോയാൽ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഒരുപാട് പേര് വീഡിയോ ഫുള്ളായിട്ട് കാണാതെ കുറച്ചൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഇതൊക്കെ കണ്ട് സമയം കളയുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇത് പിന്നെ ആവർത്തിച്ചിട്ട് ഓർത്താൽ മാത്രമേ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് ഇതൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു 1-2 മിനിറ്റൊക്കെ വീഡിയോ കണ്ടിട്ട് എല്ലാം മനസ്സിലായി എന്ന് കരുതി പോകുമ്പോഴേക്കും ചിലപ്പോൾ മിക്കപ്പോഴും വീഡിയോയുടെ അവസാനത്തെ പാർട്ടിലായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനി ഇതുപോലെ അപ്ലോഡ് ചെയ്യാത്തവരും ഇനി ഇതുപോലെ ഈ ഒരു വഴിയിൽ ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞ വീഡിയോയിലും വളരെ ഷോർട്സിനെ കുറിച്ചിട്ടൊക്കെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ആ വീഡിയോ കണ്ടിട്ടില്ല. കാണാത്തവരൊക്കെ ഒന്ന് മറക്കാതെ ഒന്ന് പോയി കണ്ടേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻസും ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷം. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.